എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വനവാസകാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവിന്റെ കാലമുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഞാൻ തിരിച്ചു വരുന്ന ദിവസം നിങ്ങൾ ഈ വീടിന്റെ പടിയിറങ്ങും. നമുക്ക് കാണാം. കാണാം, കണ്ടിരിക്കും. ഇറങ്ങിട്ട് നിന്നിട്ട അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവള് തിരിച്ചു വരുന്ന ദിവസം എന്റെ പടിയിറക്കമാണെന്ന്. തിരിച്ചുവരവ് എന്നൊന്ന് ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിലും ഇല്ല. ഈ കിടക്കയിൽ കിടന്ന് നരകിച്ചു മരിക്കും താൻ. എല്ലാറ്റിനെയും ഞാൻ പൂട്ടി, അർച്ചനയും പൂട്ടി. ഇനി ഇവിടെ ആരുമില്ല. എല്ലാം എല്ലാം ഇനി എന്റെ കാൽച്ചുവട്ടിലായിരിക്കും. സച്ചേട്ടാ ചേച്ചി ഇവിടെ. ഒരിക്കലും അർച്ചന ഏട്ടത്തെ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയേ പറ്റുന്ന വാശി പിടിച്ച് നിൽക്കാം അവള്. അവളെയും കുഞ്ഞിനെയും കാണാൻ പോലും ഞാൻ അങ്ങോട്ട് ചെല്ലരുതെന്ന പുതിയ കൽപ്പന. അവളും കുഞ്ഞും ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവൾ അതും സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവൾ അതും സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? ആ, ദാ വന്നല്ലോ. ഇനി നിങ്ങൾ തന്നെ ചോദിക്കേ, ഇവളെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. ചേച്ചി, ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. ആരും ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. എന്റെ വാക്ക് കേൾക്കാതെ സച്ചിൻ എന്റെ പിന്നാലെ വൃന്ദാവനത്തിലേക്ക് വന്ന പിന്നെ ഞാനും കാണില്ല, നമ്മുടെ കുഞ്ഞും കാണില്ല. എന്റെ പിന്നാലെ വരില്ലെന്ന് സച്ചിൻ എനിക്ക് വാക്ക് തരണം. നിനക്ക് ഞാനൊരു വാക്കും തരില്ല. എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ ചെയ്യും. നീ പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ.